Hi, my dear friends. Now I'm my morning workout session, like at Park Gym. This is the hostel. In front of the hostel only we have a small kutti Park Gym. Happy മോർണിംഗ് വർക്കൗട്ടിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് പല ടൈമിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം, പക്ഷേ മോർണിംഗ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനോട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമ്മളെ ഹെൽത്തിന് അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് മെൻ്റൽ ക്ലാരിറ്റി. നമുക്ക് അതായത് ഫോക്കസ്, അറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ, അതായത് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ തേർഡ് ഫാക്ടർ ഇസ് കൺസിസ്റ്റൻസി. നമ്മൾക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ എനിക്ക് ടയേർഡായി അല്ലെങ്കിൽ ടൈം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മോർണിംഗ് അങ്ങനെയല്ല. നമ്മളൊരു കറക്റ്റ് ഡെയിലി റൂട്ടീന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മോർണിംഗ് ഒരു എക്സ്ക്യൂസും പറയാതെ തന്നെ നമുക്ക് എക്സസൈസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഐ റിയലി ഫീൽ വെരി ഗുഡ് വെൽ ഡൂയിങ് ദിസ്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ദ ഫോർത്ത് ഫാക്ടർ ഇസ് ലൈക്ക് നമ്മൾ ഭയങ്കര ഹോൾ ഡേ ഭയങ്കര എനർജറ്റൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമുക്കൊരു ടയർഡ്നെസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തോന്നില്ല. ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ട് ലൈക്ക് ഡേ മുഴുവനായിട്ട് ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് തോന്നും. ആൻഡ് ഓൾസോ നമ്മളെ മൂഡ് തന്നെ എന്താ പറയുക, നല്ലൊരു ഹാപ്പി മൂഡാവും. അതായത് നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഒരു നല്ലൊരു ഹാപ്പി വൈബ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, ആൻസൈറ്റി അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഈ ഒരു ജേർണിയിൽ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി, ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു പോസിറ്റീവ് ടോണാണെന്ന് തന്നെ പറയാം നമ്മളെ ലൈഫിൽ തന്നെ. അതായത് നല്ല ഒരു നമ്മളെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ കളരിക്ക് പോകും രാവിലെ. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഞാനിത് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ചിട്ട് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നല്ല പോരാണ്ട് ഇപ്പം രാവിലത്തെ നല്ല ഒരു തണുപ്പും പിന്നെ നല്ല കാറ്റ്, പിന്നെ ഓരോ സമയം നല്ല കിളികളെ സൗണ്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അത് എനിക്ക് നമ്മളെ ഹാപ്പിനെസ് നമുക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ പറയുക, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മളെ ഹെൽത്തിനായാലും എല്ലാം ഭയങ്കര ബെനിഫിറ്റാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം ഡോണ്ട് സ്റ്റോപ്പ് യുവർ എക്സസൈസ്. അതായത് ചിലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ എല്ലാം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് പിന്നെ മടി പിടിക്കും, പിന്നെ തിരിച്ച് ആ ട്രാക്കിലോട്ട് വരണം. അല്ലാണ്ട് അവിടെ ഗിവപ്പ് ചെയ്യരുത്. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാണ്ടൊന്നുമില്ല, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് കാര്യം. സോ കീപ് ഗോയിങ് മൈ ഡിയർ വൺസ്. നമ്മൾ ഡെയിലി അതിനൊരു കറക്റ്റ് ടൈം സെറ്റ് ചെയ്യുക. ഞാൻ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ അലാറം അടിക്കുമ്പം ഞാൻ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഇങ്ങനെ ഐ എം കമ്മിറ്റഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഓരോ ടൈമിനും ഓരോരോ എല്ലാമാണ് എനിക്ക്. സ്ലിം, ഫിറ്റ് ആൻഡ് ഹെൽത്തി, അങ്ങനെ ഓരോ എഫർമേഷൻസ് അങ്ങനെയൊക്കെ ഞാൻ വെക്കും. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ടൈമിന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ റൂമിൽ നിന്ന് നടക്കുന്ന ടൈമിന് ഞാൻ ഒന്ന് വെക്കും, ഇവിടെ എത്തേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് രണ്ടാമത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കണ്ടിന്യൂറ്റി ഉണ്ടാവും.
അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് അലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി എന്ന് വെച്ചോ, എന്നാലും നമ്മൾക്ക് സെക്കൻഡ് അലാം ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്തണമെന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് അത് എല്ലാം വെച്ച് ടൈം വെച്ച് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കറക്റ്റ് ടൈം തന്നെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു അച്ചീവ്മെൻറ്റ് ഫീലിംഗ് ആണ്. യെസ് ഐ ഡിഡ് ഇറ്റ്. സോ ഐ റിയലി ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നും ചെയ്യാണ്ട് ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ഹാബിറ്റ് ആദ്യം ബിൽഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മാണെങ്കിൽ ജിമ്മിൽ പോകുന്നതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കുക, അല്ലെങ്കിൽ കളരിയാണെങ്കിൽ കളരി, നമ്മൾ അവിടെ പോകുക എന്നുള്ളതിലാ കാര്യം. അപ്പം പോയി അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് വരുത്തിയ ശേഷം നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വർക്കൗട്ടിന് മുമ്പേയും ശേഷവും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതായത് ഹൈഡ്രേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടുന്നതും, നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിട്ട് സെപ്പറേറ്റ് ഡ്രസ്സ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു രാത്രി ആകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ ആകുമ്പം ജസ്റ്റ് എണീച്ച് അത് ഇട്ട് റെഡിയായി പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റും. എൻ്റെ റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ 5 o'clock എണീക്കും. 5 o'clock എണീച്ച് ഞാൻ എണീച്ച ഉടനെ വേഗം ബ്രഷ് ചെയ്ത് കുളിച്ച് ഞാൻ എൻ്റെ മോർണിംഗ് പ്രെയർ, എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളതാണ് ദൈവത്തിൽ. അത് കാരണം ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു പ്രെയർ, ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഞാൻ ഹനുമാൻ ചാലിസ, ഹനുമാൻ ബാണ് ചൊല്ലും. എന്നിട്ട് ഞാൻ നെയ്വിളക്ക് കത്തിക്കും. അങ്ങനെ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ 7 മണിയാവുമ്പോൾ ഇവിടെ പാർക്കിച്ചമ്പിലോട്ട് വരും, ഒരു 7:30 വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോയി റെഡിയായി 5 മിനിറ്റ് മുമ്പേ സ്കൂളിൽ എത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ നോട്ട് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് മുമ്പേ വരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹറിബറിയായി രാവിലെ ടൈമൊന്നും കിട്ടാണ്ട് എങ്ങനെയെങ്കിലും തിരക്ക് പിടിച്ച് പോകുന്നൊരു ഇതിലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നേരത്തോടെ എത്താൻ പറ്റുന്നുണ്ട്. ഞാനപ്പോൾ ആ ഒരു എന്താ പറയുക ഹാബിറ്റ് ട്രാക്കറിൽ ഓരോരോ കോളം കളർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയാൻ കഴിയില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഗ്രോത്ത്, അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണിയിൽ, അല്ലെങ്കിൽ ഹീലിംഗ് ജേർണിയിൽ, അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ആർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജേർണിയിലേക്ക് എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യാതെ തുടർന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് പ്രാർത്ഥനയാണ്. എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ അബണ്ടന്റ്ലി. ഹാപ്പി, സ്റ്റേ കുഷ്, spread positivity, happiness everywhere. Thank you.